തൈറോയിഡ് ഉള്ളതുകൊണ്ട് മുടി കൊഴിയുന്നുണ്ടോ? എങ്കിൽ ഈ ഒരു കാര്യം അറിയാതെ പോകരുത്. പല രോഗികളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡോക്ടർ, എനിക്ക് തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ട് പോയ മുടി ഇനി തിരികെ വളരില്ലേ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. തൈറോയിഡ് രോഗമുള്ള എല്ലാവർക്കും മുടി കൊഴിയണമെന്നില്ല. അതുപോലെ മുടി കൊഴിച്ചിലുള്ള എല്ലാവർക്കും തൈറോയിഡ് രോഗം ഉണ്ടാകണമെന്നുമില്ല. പക്ഷേ തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് ശരീരത്തിൽ നിലയിലില്ലെങ്കിൽ മുടിയുടെ വളർച്ചാ ചക്രം ബാധിക്കാനും മുടി കൊഴിച്ചിൽ കൂടുതലാവാനും മുടി നേർത്തതായി പോകുവാനും മുടി പഴയ പോലെ വളരാതിരിക്കുവാനും കാരണമാകാറുണ്ട്. ഇവിടെയാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റ്. തൈറോയിഡിന്റെ മരുന്നുകൾ മാത്രം കഴിക്കുന്നത് കൊണ്ട് മുടി പഴയതുപോലെ വളരുമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ മുടി വീണ്ടും പഴയതുപോലെ വളരാൻ കുറച്ച് സമയം ആവശ്യമാണ്. കൂടാതെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ലാതെ വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാവുക, ഫെറിറ്റിന്റെ അളവ് കുറയുക, സ്ട്രെസ്, ഉറക്കക്കുറവ്, മറ്റു ഹോർമോൺ വ്യതിയാനങ്ങൾ, അങ്ങനെ പല കാരണങ്ങളും ഇതിന്റെ കൂടെ ഉണ്ടാകാം. അതുകൊണ്ട് മുടി കൊഴിച്ചിലിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി വ്യക്തിഗത ചികിത്സ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് തൈറോയിഡ് പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ TSH നോർമൽ ആയിട്ടും മുടി കൊഴിച്ചിലുണ്ടോ? കമന്റിൽ പറയൂ. അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. ഹെയർ ഫോൾ, തൈറോയിഡ്, ഹോർമോൺ പ്രശ്നങ്ങൾ, മുടി വളർച്ച എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യൂ.